ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ വെട്ടിലായിരിക്കുകയാണ് കേരള ബി.ജെ.പി. നിർണായക തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ ക്രൈസ്തവ വോട്ട് ഉന്നമിട്ടുള്ള നീക്കങ്ങളെയാകെ തകിടം മറിക്കുന്നതാണ് ബി.ജെ.പി. ഭരിക്കുന്ന ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റ്. ബി.ജെ.പിയുടെ ഇരട്ടത്താപ്പ് ഉയർത്തിക്കാട്ടി കോൺഗ്രസും ഇടതുപക്ഷവും രംഗത്തിറങ്ങുകയും സഭാ നേതൃത്വങ്ങൾ നിലപാട് കടുപ്പിക്കുകയും ചെയ്തതോടെ ഛത്തീസ്ഗഡ് സംഭവം കേരള രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുകയാണ്. അറസ്റ്റിൽ പ്രതിഷേധിച്ച് വിവിധ കത്തോലിക്ക സഭാ നേതൃത്വങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് സംയുക്ത റാലി നടത്തി. ബിഷപ്പുമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസ്താവനകൾ നടത്തിയെങ്കിലും പ്രതിഷേധത്തിന് മൂർച്ച പോരെന്ന് വിലയിരുത്തിയാണ് ഒന്നിച്ചിറങ്ങുന്നത്. എഡിറ്റോറിയൽ എഴുതിയാലും അരമനയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാലും മാത്രം പോരെന്ന മന്ത്രി വി ശിവൻകുട്ടിയുടെ വിമർശനത്തിനുള്ള മറുപടി കൂടിയാണിത്. ക്രൈസ്തവർക്കെതിരെ അതിക്രമം നടക്കുന്ന ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ബി.ജെ.പി. ആയതുകൊണ്ട് തന്നെ പ്രതിഷേധ റാലിയുടെ മുന നീളുന്നത് അവരിലേക്ക് തന്നെയാണ്. കേരളത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകാനുള്ള പ്രഹരശേഷി അതിനുണ്ടെന്ന് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. മതപരിവർത്തന നിരോധന നിയമം ആയുധമാക്കിയാണ് പല സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർക്ക് നേരെ അതിക്രമം നടക്കുന്നതെന്ന് വിവിധ ക്രൈസ്തവ സംഘടനകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ നിയമം ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ബി.ജെ.പി. സർക്കാരുകളാണെന്ന് ഉദാഹരണ സഹിതം കോൺഗ്രസ് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്തുമസ് ഉൾപ്പെടെയുള്ള ആഘോഷവേളകളിൽ സഭാ ആസ്ഥാനങ്ങൾ സന്ദർശിക്കുന്നത് ഏതാനും നാളുകളായി കേരള ബി.ജെ.പി. നേതാക്കളുടെ പതിവാണ്. ഇതുവഴി സഭകളുടെ പിന്തുണ ബി.ജെ.പി. നേടിയെടുത്തുവെന്ന് പറയാനാവില്ലെങ്കിലും ഏതാനും ബിഷപ്പുമാരിലേക്കെങ്കിലും സഹകരണത്തിന്റെ പാലമിടാൻ കഴിഞ്ഞുവെന്ന വിശ്വാസം നേതാക്കൾക്കുണ്ടായിരുന്നു. ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കിയതിലൂടെ ആ ബന്ധം ദൃഢമായെന്നും അവർ വിശ്വസിച്ചു. ഇതിനിടെയാണ് ഛത്തീസ്ഗഡ് സംഭവം ബി.ജെ.പിയെ വെട്ടിലാക്കിയത്. പ്രശ്നപരിഹാരത്തിന് കിണഞ്ഞു പരിശ്രമിക്കുകയാണെന്ന് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ആവർത്തിക്കുമ്പോൾ കന്യാസ്ത്രീകൾ നടത്തിയത് മനുഷ്യക്കടത്തും മതപരിവർത്തനവുമാണെന്ന നിലപാടിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുന്നു. കന്യാസ്ത്രീകളുടെ മോചനം നീളും തോറും ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന് നേർക്കുയരുന്ന ചോദ്യങ്ങൾക്കും മൂർച്ച കൂടുകയാണ്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം കാത്തലിക് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് 4 മണിക്ക് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് രാജ്ഭവനിലേക്ക് മാർച്ച് നടന്നു. റാലിയിൽ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമിസ് കത്തോലിക്ക ബാവ, ആർച്ച് ബിഷപ്പുമാരായ തോമസ് ജെ നെറ്റോ, മാർ തോമസ് തറയിൽ, ബിഷപ്പ് ക്രിസ്തുദാസ് തുടങ്ങിയവർ പങ്കെടുത്തു.